ഇന്ത്യൻ സായുധ സേനയുടെ പരിശീലന സ്ഥാപനമായ നാഷണൽ ഡിഫൻസ് അക്കാദമി ഒരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുന്നു. അക്കാദമിയുടെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ കേഡറ്റുകളുടെ ആദ്യ ബാച്ച് പുറത്തിറങ്ങി. കര, നാവിക, വ്യോമസേനകളിലേക്ക് യുവതീ യുവാക്കളെ പരിശീലിപ്പിച്ചയക്കുന്ന അക്കാദമിയാണ് മഹാരാഷ്ട്രയിലെ പുണെയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ ഡിഫൻസ് അക്കാദമി. NDAയുടെ 148ാമത് ബാച്ചാണ് ഇക്കുറി പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയത്. 339 കേഡറ്റുകളുള്ള ഈ ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു 17 വനിതാ കേഡറ്റുകളുടെ സാന്നിധ്യം. പ്രതിരോധ മേഖലയിൽ ലിംഗസമത്വത്തിനുള്ള സുപ്രധാന മുന്നേറ്റമായിരുന്നു ഇത്. മുൻ കരസേനാ മേധാവിയും മിസോറാം ഗവർണറുമായ ജനറൽ VK സിംഗ് ആയിരുന്നു പാസിംഗ് ഔട്ട് പരേഡിലെ മുഖ്യാതിഥി. നാരീശക്തിയുടെ പ്രതീകമാണ് NDAയിൽ നിന്ന് പുറത്തിറങ്ങുന്ന വനിതാ കേഡറ്റുകളെന്ന് ജനറൽ VK സിംഗ് പറഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിലെ കൂട്ടായ യാത്രയിലെ നാഴികക്കല്ല്. ഉയർന്ന പദവികൾ ഈ യുവതികളെ കാത്തിരിക്കുകയാണെന്നും ജനറൽ VK സിംഗ് പറഞ്ഞു. പരിശീലനം പൂർത്തിയാക്കിയ വനിതാ കേഡറ്റുകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. കഴിഞ്ഞ 3 വർഷം അക്കാദമിയിൽ ചെലവഴിച്ച ഓരോ നിമിഷവും, ഓരോ പ്രതിസന്ധികളും, ഓരോ വികാരവും വിലപ്പെട്ടതാണെന്ന് ഡിവിഷണൽ കേഡറ്റ് ക്യാപ്റ്റൻ ഹസ്രിമാൻ കൗർ പറഞ്ഞു. അന്തിം പാഗിലേക്ക് പരേഡ് നീങ്ങിയപ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ എല്ലാ ഓർമ്മകളും മനസ്സിലൂടെ കടന്നുപോയെന്നും ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ മികവ് തെളിയിക്കാൻ പൂർണ്ണമായും തയ്യാറാണെന്നും ബറ്റാലിയൻ കേഡറ്റ് ക്യാപ്റ്റൻ ശ്രുതി ദാക്ഷ്. മഹത്തായ അനുഭവമെന്നും അന്തിം പാഗിനെ സമീപിച്ചപ്പോൾ തങ്ങൾ ലക്ഷ്യം നിറവേറ്റിയെന്ന തോന്നലുണ്ടായെന്നും കേഡറ്റ് ശീതളും പറഞ്ഞു. പരിശീലന കാലഘട്ടം തന്നെ മാനസികമായും ശാരീരികമായും കരുത്തുറ്റവളാക്കിയെന്നും ശീതൾ കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ തന്നെ അഭിമാന നിമിഷം വനിതാ കേഡറ്റുകളുടെ മാതാപിതാക്കൾക്കും വിവരിക്കാനാകാത്ത അനുഭവമായിരുന്നു. 17 വനിതാ കേഡറ്റുകൾ തങ്ങളുടെ മക്കൾ മാത്രമല്ല, രാജ്യത്തിന്റെ മുഴുവൻ മക്കളാണെന്നായിരുന്നു കേഡറ്റ് ശീതളിന്റെ പിതാവിന്റെ വാക്കുകൾ. പരിശീലനം എത്ര കഠിനമാണോ അത്രയും ശക്തമാകും കേഡറ്റ് എന്ന അക്കാദമിയുടെ ചൊല്ല് യാഥാർത്ഥ്യമാണെന്ന അനുഭവമാണ് കേഡറ്റ് സൃഷ്ടി സിംഗിന് പറയാനുണ്ടായിരുന്നത്. ഇന്ത്യ സ്ക്വാഡ്രണിൽ നിന്ന് പുറത്തുവരുന്ന ആദ്യ വനിതാ കേഡറ്റായ സൃഷ്ടി സിംഗിന് ഇന്ത്യൻ നേവൽ അക്കാദമിയിൽ ചേരാനാണ് ആഗ്രഹം. വനിതാ കേഡറ്റുകൾ ആദ്യം അക്കാദമിയിൽ വന്നപ്പോൾ അവർക്ക് പ്രത്യേക താമസ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നതെന്ന് NDA കമാൻഡന്റ് വൈസ് അഡ്മിറൽ ഗുർചരൺ സിംഗ് പറഞ്ഞു. അവിടെ നിന്ന് ഇന്ന് വനിതാ കേഡറ്റുകളെ സ്ക്വാഡ്രനുകളുമായും ബറ്റാലിയനുകളുമായും പൂർണ്ണമായും സംയോജിപ്പിച്ചിരിക്കുന്നു. അക്കാദമിയിലെ ഓരോ പ്രവർത്തനവും ലിംഗഭേദമില്ലാത്തതായിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. വനിതാ കേഡറ്റുകളെ സ്ക്വാഡ്രനുകളിലേക്ക് സംയോജിപ്പിക്കുന്നതിന് മുൻപ് ഏഴുമലയിലെ ഇന്ത്യൻ നേവൽ അക്കാദമി, ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാദമി എന്നിവിടങ്ങളിലെ പരിശീലന മാതൃകകൾ നേരിട്ട് പഠിച്ചുവെന്നും അഡ്മിറൽ ഗുർചരൺ സിംഗ് കൂട്ടിച്ചേർത്തു. 3 Su-30 വിമാനങ്ങൾ ആകാശത്ത് ഫ്ലൈറ്റ് പാസ്റ്റ് നടത്തി മിഴിവേകിയ ചടങ്ങിൽ അക്കാദമി കേഡറ്റ് ക്യാപ്റ്റൻ ഉദയ്വീർ നേഗി പാസിംഗ് ഔട്ട് പരേഡ് നയിച്ചു. 2021 സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഡിഫൻസ് അക്കാദമിയിലേക്ക് സ്ത്രീകൾക്ക് അപേക്ഷിക്കാൻ അനുമതി നൽകുന്നത്. 5.7 ലക്ഷം അപേക്ഷകരിൽ 1.78 ലക്ഷം സ്ത്രീകളുണ്ടായിരുന്നുവെങ്കിലും കഠിനമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ 17 പേർ മാത്രമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 2022 NDAയുടെ 148ാമത് കോഴ്സിൽ വനിതാ കേഡറ്റുകളുടെ ആദ്യ ബാച്ച് തുടങ്ങി. ഈ 17 പേരിൽ 9 പേർ കരസേനയിലേക്കും 3 പേർ നാവികസേനയിലേക്കും 5 പേർ വ്യോമസേനയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. 12ാം ക്ലാസ് കഴിഞ്ഞ് ബിരുദ പഠനവും ചിട്ടയായ സൈനിക പരിശീലനവുമാണ് വിദ്യാർത്ഥികൾക്ക് NDAയിൽ ലഭിക്കുക. 1949 സ്ഥാപിതമായതാണ് പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമി. ലോകത്തിലെ ആദ്യ 3 സർവീസ് പരിശീലന സ്ഥാപനം. ഇന്ത്യൻ സായുധ സേനയുടെ കര, നാവിക, വ്യോമസേനാ വിഭാഗങ്ങളിലേക്ക് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനം. 2ാം ലോക മഹായുദ്ധത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് 1946 ഡിസംബറിൽ ഫീൽഡ് മാർഷൽ ക്ലോഡ് ഓച്ചൻലക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് NDA രൂപീകരിച്ചത്. ഇന്ത്യൻ സൈന്യത്തിലേക്ക് ഇതുവരെ 40,000 ഉദ്യോഗസ്ഥരെ നാഷണൽ ഡിഫൻസ് അക്കാദമി സംഭാവന ചെയ്തിട്ടുണ്ട്.